ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്ലം കേക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഏത് സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിൽ നമ്മൾ ഓവനോ ബീറ്ററോ ആൽക്കഹോളോ ഒന്നും യൂസ് ചെയ്യാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പ്ലം കേക്കിന് ആവശ്യമുള്ള ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാര കളറൊക്കെ ചേഞ്ച് ആയി ചെറുതായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പഞ്ചസാര നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. പഞ്ചസാര ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോയാൽ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസമാകും, കേക്കിൻ്റെ ഒരു കയ്പ്പ്. ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് അല്പം അകലം പാലിച്ച് നിന്ന് വേണം കേട്ടോ ഇത് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. 2-3 തവണയായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വെള്ളം ചേർക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, കട്ട പിടിച്ചതുപോലെ കാണാം. അത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഉരുകി കിട്ടും. ഇതുപോലെ കുറച്ച് തിള വന്നതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. സിറപ്പ് ഞാനൊരു 1/4 കപ്പോളം ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയാണ്. ഒട്ടും കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി 8 ഈന്തപ്പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര കപ്പിന് താഴെ 1/4 കപ്പേ കാണുള്ളൂ കേട്ടോ. ചെറി ചേർത്ത് കൊടുക്കാം. അത് 2ആയിട്ട് പൊളന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അര കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കാരമൽ സിറപ്പിൽ കിടന്ന് വേണം നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ചിൻ്റെ തൊലിക്കുള്ളിൽ വെള്ള ഭാഗം വരാതെ പുറം ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ഈ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് നമുക്ക് ബേക്കറികളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാല, അത് ജാതി, ഗ്രാമ്പു, ഏലക്ക, ചുക്ക് ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സിറപ്പൊക്കെ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ. ഇനി അധിക സമയം കുക്കായി കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകും. ഈ സമയത്താണ് ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും പിസ്തയും കൂടി ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്ക് ടിന്നും ബട്ടർ പേപ്പർ വെച്ചൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് കേക്ക് ടിന്നിൻ്റെ ഉൾഭാഗത്ത് നെയ്യ് പുരട്ടി ഇതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി കേക്ക് ടിന്നിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ആദ്യം അടിഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിനുമുള്ള ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് പുരട്ടി മയപ്പെടുത്തിയതിന് ശേഷം ആവശ്യത്തിന് മൈദ സ്പ്രെഡ് ചെയ്തെടുത്താലും മതിയാകും. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇവിടെ കേക്ക് ടിൻ അത്യാവശ്യം വലുപ്പമുള്ള കേക്ക് ടിന്നാണ്, അതുകൊണ്ടാണ് കേട്ടോ 2 കപ്പ് മൈദ എടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ മസാലയാണ്. ഞാൻ മസാലയിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് കേട്ടോ എല്ലാം പൊടിച്ചെടുത്തത്. അതുകൊണ്ടാണ് വൈറ്റ് കളറിലിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ മസാലക്കൂട്ട് തയ്യാറാക്കാനെടുത്ത ഐറ്റംസ് ഒന്നുകൂടി പറയാം. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ജാതിക്ക, പിന്നെ ഡ്രൈ ജിഞ്ചറാണ്. ഇതെല്ലാം കൂടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇവിടെ നമ്മൾ പൊടി 2-3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് 2 തവണയെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടുക. കേക്കിന് ആവശ്യമുള്ള മൈദ എടുക്കുമ്പോൾ അധികം പഴക്കമില്ലാത്ത മൈദ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊടി അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. ഇത് വലിയ മുട്ടയായതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് എടുത്തത്. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി റിവേഴ്സ് ബട്ടണിലിട്ട് 1-2 തവണയൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് തവണയായിട്ട് അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ ഞാൻ റിവേഴ്സ് ബട്ടണിൽ 2 തവണയൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കേക്ക് തയ്യാറാക്കാൻ ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ക്യാരമൽ ചെയ്യാനെടുത്തു.
1 കപ്പ് പഞ്ചസാര മുട്ടയുടെ കൂട്ടത്തിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കേക്ക് തയ്യാറാക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളമയം പാടില്ല കേട്ടോ. അതുപോലെ തന്നെ മുട്ടയും ബട്ടറൊക്കെ എടുക്കുന്നത് റൂം ടെമ്പറേച്ചർ ഉള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഒറ്റ തവണയായിട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തവണയായിട്ടാണ് പൊടികൾ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് കിട്ടുന്നത്. ഇനി ഇത് ലൂസാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1/4 കപ്പ് കാണും കേട്ടോ. ഈ ക്യാരമൽ സിറപ്പ് ചേർത്തിട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാരമൽ സിറപ്പ് ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കേക്കിന് നല്ലൊരു കളർ കിട്ടുക. ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ കേക്കിന് നല്ലൊരു കളറും കിട്ടും. ഇങ്ങനെ ചേർത്തിട്ടില്ലാത്തൊരു ബൂസ്റ്റ് കൂടി ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ബൂസ്റ്റ് കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരമൽ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ പ്ലം കേക്കിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബാറ്ററിൽ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഈ പ്ലം കേക്ക് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പ്ലം കേക്കാണ് കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഒരുപാട് ദിവസമൊന്നും സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്ക് തയ്യാറാക്കുന്ന ബാറ്റർ പോലെയല്ല പ്ലം കേക്കിന് തയ്യാറാക്കുന്ന ബാറ്റർ. പ്ലം കേക്കിന് അല്പം തിക്കായിട്ടുള്ള പരുവത്തിലാണ് ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ബാറ്റർ മുഴുവനായിട്ട് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ടൂത്ത് പിക്കോ അതുപോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് കേക്ക് ബാറ്ററിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന പ്ലം കേക്കിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ കാഷ്യൂനട്ട്സ് കാണാം. കാഷ്യൂനട്ട്സ് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറച്ച് ഉണക്കമുന്തിരി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചെറി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ വലിയ പീസായിട്ട് ഒരു ചെറി 2ആയിട്ട് കട്ട് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഓവൻ സെറ്റപ്പ്. ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 10 മിനിറ്റ്സോളം നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്താണ്. അതിലേക്കൊരു ഇതുപോലൊരു തട്ടിറക്കി വെക്കാം. ഞാൻ ഇതിലേക്കാണ് കേട്ടോ കേക്ക് ടിൻ ഇറക്കി വെക്കുന്നത്. നമ്മൾ കേക്ക് ടിന് ഡയറക്റ്റ് വെക്കുന്നില്ല. ഇനി കവർ ചെയ്തിട്ട് ആദ്യത്തെ 15 to 20 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റ്സ് കൂടി എടുത്തു കേട്ടോ. നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ടൂത്ത് പിക്കോ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. ഒട്ടും തന്നെ പറ്റിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് ചുറ്റുമുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്.
ഈ പ്ലം കേക്ക് കുക്ക് ചെയ്ത് 3-4 ദിവസം വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഈ പ്ലം കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ പ്ലം കേക്കിൻ്റെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. മുട്ട ചേർക്കാതെയും ബട്ടർ മിൽക്കൊക്കെ വെച്ച് തയ്യാറാക്കുന്ന പ്ലം കേക്കാണ്. ഏത് സാധാരണക്കാരനും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലം കേക്കുകളാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിനെക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.